Easy Learn Accounting Tutorials സ്വാഗതം. ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ആദ്യത്തെ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുൻ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം എടുത്താണ് അതൊരു കണ്ടിന്യൂഷൻ പാർട്ടാണ് ക്ലാസ്. ഓക്കെ, അക്കൗണ്ടിങ്ങിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതെല്ലാം അക്കൗണ്ടിങ്ങിന്റെ തിയറി പോർഷൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് അക്കൗണ്ടിംഗ് എന്നതിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ട് ചാപ്റ്റർ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ വരാം. ഇത് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽസിൽ ഒരു ഗേറ്റ്വേ ആണ്. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഗേറ്റ്വേ ആണ്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാൻ പോവുകയാണ് ഈ ചാപ്റ്റർ മുതൽ. അപ്പോ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തപ്പോ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളില് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസിനും ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്നാണല്ലോ നമ്മളിപ്പോൾ വിളിക്കുന്നത്. എന്താണ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളിലും രണ്ട് ആസ്പെക്ടുകളുണ്ട്. ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എല്ലാ ട്രാൻസാക്ഷനെയും ആ രീതിയിൽ മാറ്റി എഴുതിക്കൊണ്ടാണ് അക്കൗണ്ടിങ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാ ട്രാൻസാക്ഷൻസിന്റെയും രണ്ട് ആസ്പെക്ടുകളെയും ഒരുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഒരു ഇടപാട് നടക്കുമ്പോൾ, ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ഇടപാട് നടക്കുമ്പോൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്ന രണ്ട് ആസ്പെക്ടുകളെയും, ഒരു ഇടപാട് നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിസീവിംഗ് ആസ്പെക്റ്റിനെയും ഗിവിംഗ് ആസ്പെക്റ്റിനെയും ഒരുപോലെ കൺസിഡർ ചെയ്തുകൊണ്ട് രണ്ടിനെയും എടുത്തുകൊണ്ട് രണ്ടിനെയും റെക്കോർഡ് ചെയ്തുകൊണ്ട് അക്കൗണ്ടിംഗ് പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുന്ന അക്കൗണ്ടിംഗ് പ്രാക്ടീസിനെ, അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമ്മളിവിടെ അക്കൗണ്ടിംഗ് ഇക്വേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അക്കൗണ്ടിംഗ് ഇക്വേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വാട്ട് ഈസ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ? അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റഡ് ആണ്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്താണ് ഒന്നുകൂടി കേട്ടിട്ട് വരിക, ഒന്നുകൂടി കേൾക്കുക. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇതാണ്. നമ്മൾ നേരത്തെ ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പറഞ്ഞു, എല്ലാ ട്രാൻസാക്ഷനും ഒരു റിസീവിംഗ് ആസ്പെക്ടും ഒരു ഗിവിംഗ് ആസ്പെക്ടും ഉണ്ട്. റിസീവിംഗ് ആസ്പെക്ടിനെ നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിംഗ് ആസ്പെക്ടിനെ നമ്മൾ ക്രെഡിറ്റ് എന്നും വിളിക്കും. അങ്ങനെ ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോവാതെ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാനല്ലാതെ നമ്മളൊന്നും കളയില്ല, ഒന്നും പോവില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടില്ല. എന്തെങ്കിലും ബിസിനസിന്റെ ആവശ്യമാണ് പറയുന്നത്. ബിസിനസ്സിന് എന്തെങ്കിലും കിട്ടുക എന്നുള്ള ആസ്പെക്ട് ഇല്ലാതെ നമ്മളൊന്നും കൊടുക്കില്ല. ഓക്കെ, ഒന്നും കൊടുക്കാതെ ബിസിനസ്സിലേക്ക് ഒന്നും കിട്ടുകയില്ല. ഓക്കെ, അപ്പൊ എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ അതിലൊരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടാവും. ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഉണ്ടാവും എന്നതാണ് ആ പ്രിൻസിപ്പിൾ. ഓക്കെ, ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഇതാണ്. ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, ഇതാണ് ഞാൻ പറയുന്നത് നോക്കുക, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അസറ്റ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലയബിലിറ്റി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ഓക്കെ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ്, ഇത് തന്നെ മാറ്റി എഴുതിയതാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലിനെ തന്നെ നമ്മൾ മാറ്റി എഴുതിയതാണ്. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആണ്. ഈ അക്കൗണ്ടിംഗ് ഇക്വേഷനിൽ പറയുന്നത് ഒരു സ്ഥാപനത്തിലെ അസറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെയാണ്, ബിസിനസ് ഫേമിലെയാണ്. ഒരു ബിസിനസ് ഫേമിലെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ സ്ഥാപനത്തിലെ ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടി ചേർന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, ഒരു സ്ഥാപനത്തിലെ അസറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ ലയബിലിറ്റിയും ഒരു സ്ഥാപനത്തിലെ ക്യാപിറ്റലും. ലയബിലിറ്റി എന്താണെന്ന് അറിയാം, ലയബിലിറ്റി കടമാണ്. ക്യാപിറ്റൽ എന്താണെന്ന് അറിയാം, ക്യാപിറ്റൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ്.
ഓക്കെ, അപ്പൊ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത തുകയും കടവും കൂട്ടിയാൽ അതിന് തുല്യമായിട്ടുള്ള അസറ്റ്, തുല്യമായ വാല്യൂവിലുള്ള അസറ്റ് സ്ഥാപനത്തിൽ ഉണ്ടാകും. ഓണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലും ആ ബിസിനസ്സിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള കടവും കൂടി കൂട്ടിയാൽ തുല്യമായിട്ടുള്ള തുകയ്ക്കുള്ള അസറ്റ് ആ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകും എന്നതാണ് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോബ്ലം പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ബിസിനസ്സിലെ ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്യുകയും അത് ഈ പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം. ഓക്കെ, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുകയും ആ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴെല്ലാം ഈ ഇക്വേഷൻ ഓക്കെ ആണോ, ഇക്വേഷൻ പ്രകാരം ശരിയാണോ, ഇക്വേഷൻ അവിടെ ആ സാഹചര്യത്തിൽ ഓക്കെ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രോബ്ലം പറയുന്നത്. അതിന് മുന്നേ ഇതൊന്ന് നോക്കാം. നമുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിയാണെന്ന് നോക്കാം. നമ്മള് ലയബിലിറ്റി അല്ല ക്യാപിറ്റൽ, ബിസിനസ്സിലേക്ക് ഒരാൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയും. ഇന്നാണ് ഓണർ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ കയ്യിലേക്ക് 1 ലക്ഷം രൂപ തന്നിട്ട് എന്റെ ബിസിനസ് തുടങ്ങും. അപ്പോ ഇതിലൊരു വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ, ഈ ബിസിനസ് നമ്മുടെ നാട്ടിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞാല് എന്താ അതിനർത്ഥം, അയാള് കടയാണെങ്കിൽ ആ കടയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ്. ഓക്കെ, ആ കടയുടെ പ്രവർത്തനം ആരംഭിച്ചു. ആരെങ്കിലും വന്ന് നാടേക്ക് മോശം ഉദ്ഘാടനം ചെയ്ത് അയാളെ കടയിലെ വിൽപ്പന തുടങ്ങുമ്പോഴാണ്, കടയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഹോട്ടലാണെന്ന് വിചാരിക്കുക, ആ ഹോട്ടലിലെ വിൽപ്പന തുടങ്ങുമ്പോഴാണ് നമ്മള് ബിസിനസ് തുടങ്ങിയെന്ന് പറയും. ഓക്കെ, പക്ഷെ അക്കൗണ്ടിങ് ബിസിനസ് തുടങ്ങുന്ന അപ്പോഴല്ല. അക്കൗണ്ടിങ്ങിൽ ഓണർ ബിസിനസ് തുടങ്ങാനായി ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അന്നാണ് അവിടെ ബിസിനസ് തുടങ്ങുന്നത്. അല്ലാതെ സെയിൽസ് തുടങ്ങുന്നു, കട ഉണ്ടാക്കി കച്ചവടം തുടങ്ങുന്നു, ആളുകൾ സാധനം വാങ്ങാൻ തുടങ്ങുന്നു, ലാഭം ഉണ്ടാവാൻ തുടങ്ങുന്നൊന്നുമില്ല. ഓക്കെ, അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, സാധാരണക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ്. അക്കൗണ്ടന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ് തുടങ്ങുന്നത് ഓണർ ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അതുകൂടി മനസ്സിലാക്കി. അപ്പൊ ഓണർ, ഞാൻ ഈ പറയുന്നത് ഇത് ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലാണ്. ഓക്കെ, ഓണർ മാനേജർ എന്നിട്ട് പറഞ്ഞു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മളാണ് നടത്തുന്നത്, നമ്മൾ അക്കൗണ്ടന്റ് ആണ്, നമ്മളെയാണ് ഏൽപ്പിച്ചതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടി ഒരാളെ ഓണർ 1 ലക്ഷം രൂപ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഓണറുടെ ക്യാപിറ്റൽ ഉണ്ട്, ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ കൂടി ഉണ്ട്, ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ കൂടി. ഈ ക്യാപിറ്റലിന് തുല്യമായിട്ട് ഇത് ആരെയാണോ കൊടുത്തത് അയാളുടെ കയ്യിൽ എന്തുണ്ട്, ക്യാഷ് ഉണ്ട് അല്ലെ. ഓണർ തന്ന ക്യാപിറ്റൽ, ഓക്കെ, ഓണർ തന്ന ക്യാപിറ്റൽ, ഓണറുടെ കണക്കിൽ ഞാൻ ക്യാപിറ്റൽ കൊടുത്തു എന്നൊരു കണക്കുണ്ട് ഓണറുടെ കയ്യില്. അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ കയ്യിൽ ഞാൻ ഓണറിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്, ബിസിനസ് നടത്തുന്ന ആളുടെ കയ്യില് ഓണറുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് കണക്കുണ്ട്. അതിന് തുല്യമായി എന്തുണ്ട് അവിടെ, അയാളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് അതൊന്നും ചെയ്തിട്ടില്ല, അത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, കടമൊന്നും എടുത്തിട്ടില്ല, കടമൊന്നും എടുത്തിട്ടില്ല. നോക്കിക്കോ, ക്യാപിറ്റൽ 1 lakh പ്ലസ് കടമില്ല 0 ഈസ് ഈക്വൽ ടു അസറ്റ്. ഏതാ അസറ്റ്? അസറ്റിന്റെ പേര് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 1 lakh ആയിട്ട് അവിടെ. ഓക്കെ, ഇനി അടുത്ത ദിവസം ഈ 1 ലക്ഷം രൂപ പോരാ എന്ന് വിചാരിച്ച് നമ്മള് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇരിക്കെ തന്നെ നമ്മള് ഒരു 50,000 രൂപ ലോണും കൂടി എടുക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ എന്തായി, 1 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നതും 50,000 രൂപ ലയബിലിറ്റിയാണ്. ലോൺ എടുത്തതും കൂടി 1,50,000 രൂപ ആരുടെ കയ്യിലുണ്ട്, ബിസിനസ്സിലുണ്ട്. 1,50,000 രൂപ ബിസിനസ്സിലുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇക്വേഷൻ ഓക്കെയാണ്. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് ആണ്. അസറ്റിന്റെ പേര് ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ആയിട്ട് ഇയാൾ തന്ന ക്യാപിറ്റലുണ്ട്, ബാങ്കിൽ നിന്ന് എടുത്ത ലോണും ക്യാഷ് ആയിട്ട് എവിടെ ഇരിപ്പുണ്ട്, ബിസിനസ്സിൽ ഇരിപ്പുണ്ട്, അനക്കിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അനക്കാതെ വെക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മള് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. ഇനി വേറൊരു ട്രാൻസാക്ഷൻ ഒക്കെ, അവർ ഈ 1.5 ലക്ഷം രൂപയിൽ നിന്ന് ഒരു 50,000 രൂപ എടുത്തിട്ട് ഒരു ബിൽഡിംഗ് വാങ്ങിയെന്ന് വിചാരിക്കും. മൂന്നാമത്തെ കാര്യം. ഓക്കെ, അവർ 50,000 ഇപ്പൊ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ, ഓണർ തന്ന ക്യാപിറ്റൽ ഇതിന് എപ്പോഴാണ് മാറുന്നതെന്ന് അറിയോ? ഓണർ ഇത് തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് മാറുന്നത്, ഓണർ ഡ്രോയിങ്സ് എടുക്കുമ്പോഴാണ് ഇത് മാറുന്നത്. അല്ലെങ്കിൽ ഓണറോട് 1 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വം നമ്മൾ പറയാൻ വേണം. ഓണറോട് 1 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇതിനെ ലയബിലിറ്റിയുടെ കൂടെ കൂട്ടിയത്. നോക്കൂ, 1 lakh പ്ലസ് 50,000 രൂപ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നോളം ഈ ബാങ്ക് ലോൺ നമ്മുടെ കയ്യിലുണ്ട് ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് 50,000 രൂപയ്ക്ക് നമ്മൾ ബിൽഡിംഗ് വാങ്ങി.
ബിൽഡിംഗ് 50,000 രൂപ. ഓക്കെ, ക്യാഷ് ബാലൻസ് ഉണ്ട് 1,00,000. ഓക്കെ, ഈ ട്രാൻസാക്ഷൻ നടന്നപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെയാണ്. കാരണം 1 lakh ക്യാപിറ്റൽ പ്ലസ് 50,000 ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്. ഏതൊക്കെയാണ് അസറ്റ്? ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റ് 50,000-ന്റെയും ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് 1,00,000-ന്റെയും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്, അക്കൗണ്ടിങ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഇതാണ്. നമ്മുടെ സ്ഥാപനത്തിലെ അസറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ നേരത്തെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ട്രാൻസാക്ഷൻ നടന്നപ്പോഴും ക്യാഷ് ആയിട്ട് തന്നെ അസറ്റ് അവിടെ നിൽക്കുകയാണ്. പക്ഷെ അടുത്ത ട്രാൻസാക്ഷനിൽ നടന്നപ്പോൾ ബിൽഡിംഗ് ആയിട്ട് ഈ അസറ്റ് മാറി, കുറച്ച് ക്യാഷ് ഉണ്ട്. എന്തായാലും ഇത് ഈക്വൽ ആണ്. ഏത് ഈക്വൽ ആണ്? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്. അപ്പൊ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് തുകയാണ് ക്യാപിറ്റലും ലയബിലിറ്റി. ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രണ്ട് തുകയാണ് ക്യാപിറ്റൽ ലയബിലിറ്റി. ഈ ക്യാപിറ്റൽ ലയബിലിറ്റി ബിസിനസ്സിലേക്ക് വെറുതെ കളയാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്തത്, അത് ബിസിനസ്സിൽ യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ അത് ബിസിനസ്സിൽ യൂസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? വിവിധ രീതിയിലുള്ള അസറ്റുകളായിട്ട് മാറും. ആദ്യത്തെ ദിവസം അത് ക്യാഷ് ആയിട്ട് തന്നെ പോക്കറ്റിൽ ഇരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ദിവസം അത് ക്യാഷ് മാറി ബിൽഡിംഗ് ആയി. പിന്നെ നമ്മള് സ്റ്റോക്ക് വാങ്ങി, നമ്മൾ ഫർണിച്ചർ വാങ്ങി, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയപ്പോ അത് എന്തായിട്ട് മാറുന്നു? അത് അസറ്റുകളുടെ മറ്റ് ഫോമുകളായിട്ട് മാറും. ഓക്കെ, ഏത് ഫോം ആയിട്ട് മാറിയാലും ഇത് ഈക്വൽ ആയിരിക്കും. ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, കാരണം ഈ ക്യാപിറ്റലും ലയബിലിറ്റിയും എന്തെങ്കിലും കിട്ടാനല്ലാതെ നമ്മൾ സ്പെൻഡ് ചെയ്യില്ല. അത് തന്നെയാണ് കാരണം. ക്യാപിറ്റൽ ലയബിലിറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഈ ക്യാപിറ്റൽ ലയബിലിറ്റിയും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ക്യാഷ് ആയി തന്നെ നമ്മുടെ പോക്കറ്റിലിരിക്കും. ഈ പോക്കറ്റിൽ നിന്ന് ഈ പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പോക്കറ്റിൽ നിന്ന് ഈ പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് മറ്റെന്തെങ്കിലും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഫോമുകൾ മാറും. അസറ്റിന്റെ ഫോം എന്ത് ചെയ്യും? മാറും. പക്ഷെ അസറ്റ് പ്ലസ് ലയബിലിറ്റി, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏത് ട്രാൻസാക്ഷൻ കഴിഞ്ഞാലും നമുക്ക് ചെക്ക് ചെയ്ത് ഇത് ഓക്കെ ആണ് എന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പൊ ഇവിടുത്തെ ഞാൻ ഉദാഹരണത്തിന് എഴുതിയതാണ്. ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് തന്നെ കയ്യിലിരിക്കുന്നു. അപ്പൊ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്യാഷ്. ഓക്കെ, ക്യാപിറ്റൽ പ്ലസ് 0 ഈസ് ഈക്വൽ ടു ക്യാഷ് അസറ്റ്. ഇവിടെ നോക്കൂ, ക്യാപിറ്റലിന്റെ കൂടുതൽ ലയബിലിറ്റി കൂടി ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ എന്തായി? അസറ്റിന് ഈക്വൽ ആണ്. ഏതാണ് അസറ്റ്? ക്യാഷ് ആണ് അസറ്റ്. 1,50,000 ആണ് അസറ്റ്. ഇവിടെ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി, ഇവിടെ അസറ്റിന്റെ ഫോം മാറിയുള്ളൂ. ടോട്ടൽ സെയിം ആണ്. 1,50,000 തന്നെയാണ് ടോട്ടൽ. ഓക്കെ, സോ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, ഇതിന് നമുക്ക് മാറ്റിയിട്ട് എന്തെഴുതാം? ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എഴുതാം? അസറ്റ് നിന്ന് ക്യാപിറ്റൽ കുറച്ചാൽ മതി. അസറ്റ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് നമുക്ക് 3 ഫോമിലേക്ക് മാറ്റുക. ഓക്കെ, ഏത് ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന ഏത് സിസ്റ്റം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ബിസിനസ് ഓർഗനൈസേഷനിൽ ഏത് ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും ഇതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാതെ നിൽക്കും. ഓക്കെ, എന്ത് തന്നെയായിരിക്കും എപ്പോഴും. ചിലപ്പോ ഐറ്റംസ് മാറുന്നുണ്ടാവാം, ക്യാഷ് മാറി മറ്റെന്തെങ്കിലും വരുന്നുണ്ടാവാം, ലാബിലിറ്റി കുറയുന്നുണ്ടാവാം, ലാബിലിറ്റി കൂടുന്നുണ്ടാവാം. ഓക്കെ, അപ്പോ ഈ സൈഡിൽ വരുന്ന ചേഞ്ചിന് തുല്യമായിട്ടൊരു ചേഞ്ച് ഇവിടെയും വരും. ഇത്രയുള്ളൂ. ഇവിടെ വരുന്ന ചേഞ്ചിന് തുല്യമായിട്ടൊരു ചേഞ്ച് ഇവിടെയും വരും. ഇവിടെ നോക്കൂ, 50,000 കൂടി എന്നൊരു ചേഞ്ച് സംഭവിച്ചപ്പോ ഇവിടെയും 50,000 കൂടി. ഓക്കെ, സോ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് അനലൈസ് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ സംഭവിക്കുമ്പോൾ സ്ഥാപനത്തിൽ എന്താണ്, ആ ട്രാൻസാക്ഷൻ ഉണ്ടാവുമ്പോൾ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് അനലൈസ് ചെയ്തിട്ട് ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ എല്ലാ ട്രാൻസാക്ഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ചെക്ക് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈ കേസസിൽ അപ്ലിക്കബിൾ ആവുന്നുണ്ടോ എന്നൊക്കെയാണ് നിങ്ങളോട് ചോദ്യം വരിക. ചെക്ക് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 2-3 ട്രാൻസാക്ഷൻ ചെയ്ത് നോക്കുക എന്നാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ടാസ്ക്. ഓക്കെ, പല രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നത്.
പല രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വേറെ മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണാം. ഏറ്റവും കൺഫ്യൂഷൻ ഇല്ലാത്ത മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ started business with cash 1 lakh. ഇതാണ് വിചാരിക്കുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. ഇപ്പൊ ഇതിനർത്ഥം ബിസിനസ് ഓപ്പൺ ചെയ്തു, സെയിൽസ് തുടങ്ങുന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഓണർ ബിസിനസ് തുടങ്ങുക എന്ന ആവശ്യത്തോടു കൂടി 1 ലക്ഷം രൂപ നമുക്ക് നൽകിയെന്ന് നമ്മൾ വിചാരിക്കാം. നമ്മളാണ് ബിസിനസ് നടത്തുന്നത്, നമ്മളാണ് ഓണർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓണർ നൽകിയെന്ന് വിചാരിക്കാം. നമ്മളാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് നമ്മൾ വിചാരിച്ചോ, നമ്മളാണ് ബിസിനസ് എന്ന് നമ്മൾ വിചാരിച്ചോളാം. ഓക്കെ, ഈ ചെയ്യുന്ന ആളാണ് ബിസിനസ് എന്ന് വിചാരിച്ചോളാം. ഓണർ ഔട്ട്സൈഡാണ്, പുറത്തുള്ള ആളാണ്. അയാൾ ബിസിനസ് തുടങ്ങണമെന്ന ആവശ്യത്തോടു കൂടി 1 ലക്ഷം രൂപ അയാളുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന്, അയാളുടെ ഇതുവരെ അയാളുടേതായിരുന്ന ഒരു തുക നമുക്ക് തന്നു എന്നാണ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുന്നതിനർത്ഥം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുന്നതിന് അക്കൗണ്ടിങ്ങിലെ അർത്ഥം ഇതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം സൃഷ്ടിക്കപ്പെട്ടു. എന്താണ് ക്യാപിറ്റൽ? ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബേസിക് അക്കൗണ്ടിന്റെ പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓണർ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയാണ് ക്യാപിറ്റൽ. ഇതാദ്യത്തെ ട്രാൻസാക്ഷൻ നടന്നപ്പോൾ 1 ലക്ഷം രൂപ എന്തുണ്ടാക്കപ്പെട്ടു? ക്യാപിറ്റൽ. ലയബിലിറ്റി ഇല്ല, സ്ഥാപനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? കടം എടുത്തിട്ടില്ല. സ്ഥാപനത്തിൽ നമ്മൾ കടം എടുത്തിട്ടില്ല. ഓക്കെ, അസറ്റ്. എന്താണ് അസറ്റ് ഉള്ളത് സ്ഥാപനത്തിൽ? ഇത് ഓണർക്ക് കൊടുക്കാനുള്ള തുകയാണ്. ഓണർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നതാണ് ഈ 1 ലക്ഷം രൂപ. ഓക്കെ, ലയബിലിറ്റി ഇല്ല. ബിസിനസ്സിൽ എന്തുണ്ട്? ബിസിനസ് 0 ആയിട്ട് നിൽക്കുകയാണ്. ബിസിനസ്സിൽ ഒന്നുമില്ല. ബിസിനസ്സിലുണ്ട്. ബിസിനസ്സിൽ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബാധ്യത ഓണറോട് ഇനി 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതുവരെ ഓണർ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓണർ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ഓണറിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ഒരു പൈസ 1 ലക്ഷം രൂപ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ ഒരു ബാധ്യത ബിസിനസ്സിന് ഓണറോടുണ്ട്. അപ്പൊ അതിന് തുല്യമായിട്ട് ബിസിനസ്സിന് എന്തുണ്ട്? ബിസിനസ്സിൽ ഒരു അസറ്റ് ഉണ്ട്. ആ അസറ്റിന്റെ ഒരു ക്യാഷ് എന്നാണ്, അത് 1 ലക്ഷം രൂപയുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാല് ഇത് നെഗറ്റീവാണ്. ഓണറോട് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി വന്നാണ്. ആ റെസ്പോൺസിബിലിറ്റിക്ക് തുല്യമായ ഒരു പോസിറ്റീവ് അവിടെയുണ്ട്, പൈസയുണ്ട്. അപ്പൊ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തത്. ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തത്. ബിസിനസ് പോസിറ്റീവായിട്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, 1 ലക്ഷം രൂപ വന്നു എന്നാണ് പോസിറ്റീവായിട്ട് ഉണ്ടായിട്ടുള്ളത്. എന്താണ് നെഗറ്റീവ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇനി ഓണറോട് കാണുമ്പോഴൊക്കെ ഓണർ 1 ലക്ഷം രൂപ എന്റെ 1 ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. ഓണറോട് ഇത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക്, ഓണറോട് അതിന്റെ ആൻസറബിൾ ആണ്, അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ട് ഈക്വേഷൻ ഈക്വൽ ആണല്ലോ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അസറ്റ് ക്യാപിറ്റൽ ലയബിലിറ്റി കൂട്ടി നോക്കിയാല് അസറ്റ് കിട്ടും, ഒരു ഡാഷ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുക. സെക്കൻഡ് ട്രാൻസാക്ഷൻ നമ്മൾ നോക്കുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ നോക്കുക. ഇത് ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി നോക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഈക്വേഷൻ ഈക്വൽ ആണ്. ക്യാപിറ്റലും ലയബിലിറ്റിയും കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അസറ്റ് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ത് നോക്കുക? നമ്മൾ കുറച്ച് ലാൻഡ് വാങ്ങും. ഓക്കെ, ലാൻഡ് വാങ്ങും. നമ്മൾ കുറച്ച് ലാൻഡ് വാങ്ങി, ഒരു 50,000 രൂപയുടെ ലാൻഡ് വാങ്ങി, 50,000 രൂപയുടെ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട്. ലാൻഡാണല്ലോ വാങ്ങുന്നത് ബിസിനസ്സിന്. 50,000 രൂപ നമ്മളിപ്പോ ഓണർ തന്ന 1 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മൾ 50,000 രൂപയുടെ ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഓണർ തന്ന പൈസ 1 ലക്ഷം രൂപ തന്നെ ഞങ്ങൾ ലാൻഡ് വാങ്ങി. അതുകൊണ്ട് നിങ്ങളോട് ഇനി 50,000 കണക്കേ പറയുമെന്ന് പറയാൻ പറ്റില്ല. ലാൻഡ് വാങ്ങുക എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ നടത്തിയ ആക്ടിവിറ്റിയാണ്. ഓക്കെ, സോ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 1 ലക്ഷം തന്നെയാണ്. അയാൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറഞ്ഞിട്ടുണ്ടോ ലാൻഡ് വാങ്ങിയപ്പോ? ഇല്ല. ലാൻഡ് വാങ്ങിയത് ബിസിനസ് ആക്ടിവിറ്റി, ബിസിനസിന് വേണ്ടിയിട്ടാണ് ലാൻഡ് വാങ്ങിയത്. ഇൻവെസ്റ്റ് ചെയ്ത പൈസ 1 ലക്ഷമായി തന്നെ തുടരുകയാണ്. അതിപ്പോ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബിസിനസ്സിലേക്ക് എത്ര മുടക്കി എന്നാണോ ചോദിച്ചാൽ 50,000 മുടക്കി എന്നാണോ അയാൾ പറയാ? ബിസിനസ്സിലേക്ക് 1 ലക്ഷം തന്നെയാണ് മുടക്കിയത്.
ബിസിനസ്സിൽ എന്തൊക്കെയോ 1 ലക്ഷം ഒന്നും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓണറോടുള്ള ഒബ്ലിഗേഷൻ 1 ലക്ഷമായി തന്നെ തുടരുകയാണ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 1 ലക്ഷം തന്നെയാണ്. ഓക്കെ, ബിസിനസ്സിൽ എന്തൊക്കെയോ 1 ലക്ഷത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇയാളെ അത് ബാധിക്കുന്നില്ല. 1 ലക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. ഓക്കെ, ഇല്ല കടമെടുത്തിട്ടില്ല. ഓക്കെ, ക്യാഷ് കഴിഞ്ഞത് ക്യാഷ് 1 ലക്ഷം രൂപയുണ്ടായിരുന്നു. 1 ലക്ഷം രൂപയുണ്ടായിരുന്നു. ഇപ്പൊ ക്യാഷ് എത്രയേ ഉള്ളൂ? ആ 1 ലക്ഷം രൂപയിൽ നിന്നാണ് നമ്മൾ ലാൻഡ് വാങ്ങാൻ പൈസ എടുത്തത്. ഓക്കെ, അപ്പൊ 1 ലക്ഷം രൂപ 50,000 രൂപയായിട്ട് കുറഞ്ഞു. ഇത് മനസ്സിലാവണമെങ്കിൽ 1 ലക്ഷം മൈനസ് 50,000 എന്ന് വേണമെങ്കിൽ എഴുതിക്കോളൂ. എവിടെയാ ചേഞ്ച് വരുന്നത് പിന്നെ മനസ്സിലാവണമെങ്കിൽ 1 ലക്ഷം മൈനസ് 50,000 എഴുതിക്കോളൂ. ക്യാഷ് എന്തായി? 1 ലക്ഷമായിട്ട് കുറഞ്ഞു. ഓക്കെ, പകരം നമുക്ക് പുതിയൊരു അസറ്റ് വന്നു. ലാൻഡ് എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു. ലാൻഡ് 50,000 രൂപ. ഓക്കെ, ലാൻഡ് 50,000 രൂപ. ഓക്കെ, ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇതാണ് ട്രാൻസാക്ഷൻ. ഇപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെ ആണ്. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെ ആണ്. ഓക്കെ, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ഇപ്പോഴും ഓക്കെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ള ചേഞ്ച് ഒരു അസറ്റ് കുറഞ്ഞു, പകരം പുതിയൊരു അസറ്റ് വന്നു. ഒരു അസറ്റ് കുറഞ്ഞു, പുതിയൊരു അസറ്റ് വന്നു. ഓക്കെ, ഇവിടെ സംഭവിച്ച ചേഞ്ച് ക്യാപിറ്റലും കൂടി അസറ്റും കൂടി. ഇവിടെ ഒരു അസറ്റ് കുറഞ്ഞു, പകരം ഒരു അസറ്റ് വന്നു. ഇതിന് എന്തുണ്ടായിട്ടില്ല? ചേഞ്ച് ഉണ്ടായിട്ടില്ല. ഇക്വേഷൻ ഓക്കെയാണ്. ഇനി ലോൺ എടുക്കാം. നമുക്ക് ബാങ്ക് ലോൺ എടുക്കാം. തേർഡ് വൺ, നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. ബാങ്കിൽ നിന്ന് 25,000 നമ്മൾ ലോൺ എടുക്കുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഓക്കെ, ക്യാപിറ്റൽ എത്ര തന്നെയാണ്? 1 ലക്ഷം രൂപ തന്നെയാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമുക്കൊരു ലയബിലിറ്റി വരുന്നു 25,000 രൂപ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ് വരിക. ബാങ്കിൽ നിന്ന് ലോണത്തെ കയ്യിലെ പൈസയല്ലേ കൂടുക. സോ ക്യാഷ് 50,000 നിന്ന് 75,000 വർദ്ധിക്കുന്നു. 50,000 നിന്ന് 75,000 ക്യാഷ് വർദ്ധിക്കുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു വെച്ചിട്ട് നമ്മുടെ സ്ഥലത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല. സ്ഥലമായി തന്നെ അവിടെ ഉണ്ടാവും. ലാൻഡ് എന്താണ്? 50,000 രൂപ. കണ്ടോ, ഇപ്പോഴും അക്കൗണ്ടിങ് ഇക്വേഷൻ ഓക്കെയാണ്. 1 lakh plus 25,000 is equal to 75,000 plus 50,000 25,000. രണ്ടിന്റെയും ടോട്ടലി ഈക്വൽ ആണ്. 1 lakh plus 25 1,25,000. ഇത് 75 minus 50 1,25,000 ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസാക്ഷൻ നടന്നപ്പോഴും നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈക്വൽ ആണ്. ഇത് ഒരു ഫോർമാറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റാണ്. ടെക്സ്റ്റിലൊക്കെ നമുക്ക് വേറെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ് ചെയ്തത്. പക്ഷെ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെക്ക് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇതാണ് നമുക്ക് ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് പ്രോബ്ലം ഇല്ലല്ലോ. അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. നമ്മൾ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ആകുന്നു. പർച്ചേസ് 25,000. നമുക്കറിയാം വെറും പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്റ്റോക്ക് വാങ്ങിയാണ്. സ്റ്റോക്ക് വാങ്ങുമ്പോഴാണ്, അല്ലാതെ ഗുഡ്സ് വാങ്ങുമ്പോഴാണ് നമ്മൾ പർച്ചേസ് എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. സോ പർച്ചേസ് 25,000 എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് പൈസ സ്ഥാപനത്തിലെ കുറച്ച് പൈസ 25,000 എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് കുറച്ച് ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മൾ സ്ഥാപനത്തിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മൾ സ്ഥാപനത്തിൽ വെച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പർച്ചേസ് 25,000 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓക്കെ, കയ്യിലുള്ള പൈസ നമ്മൾ എടുത്തു, അത് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഗുഡ്സ് വാങ്ങി നമ്മൾ സ്ഥാപനത്തിൽ വെച്ചു എന്നാണ് അർത്ഥം. ഓക്കെ, അത്രയും കഥ അതിന്റെ പേരുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സാധനങ്ങൾ വാങ്ങുമെന്ന് മനസ്സിലാക്കുക. സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ട്രാൻസാക്ഷൻ ഓക്കെയാണ്. സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്യാപിറ്റലിൽ വ്യത്യാസമൊന്നുമില്ല. ഓണറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അത്. ഓക്കെ, ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ബാങ്ക് ലോൺ അവിടെ തന്നെ നമ്മുടെ തലയിടങ്ങളുണ്ടാവും. ഓക്കെ, ക്യാഷ്, ആ ക്യാഷ് എടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളൂ. അവിടെ ക്യാഷ് 50,000 ആയിട്ട് കുറയും. ക്യാഷ് 25,000 നിന്ന് 50,000 ആയിട്ട് കുറയും. പകരം നമുക്കൊരു അസറ്റ് വരും. ആ അസറ്റിന്റെ പേര് സ്റ്റോക്ക് എന്നാണ്. സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് വരും 25,000 ആണ് സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ്. അപ്പൊ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങി. ക്യാഷ് കുറഞ്ഞു, സ്റ്റോക്ക് കൂടി. ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റോക്ക് വാങ്ങും എന്നാണ്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ലാൻഡ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ലാൻഡ് 50,000 ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എഴുതി നോക്കുക, ഈക്വൽ ആണ്.
1 lakh plus 25,000 is equal to 50, 25, 50, 1 lakh 25. This is 1 lakh 25, 1 lakh plus 25, 1 lakh 25 is also 1 lakh 25, 1 lakh 25, 50, 50 plus 25, 1 lakh 25. Asset plus capital plus liability is equal to asset. ഈ രണ്ട് കോളത്തിന് ഈക്വൽ ആണ് എപ്പോഴും ആകുമ്പോൾ. പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറയുന്ന പർച്ചേസ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് സ്റ്റോക്ക് വന്നു ക്യാഷ് പോയി, സ്റ്റോക്ക് വന്നു ക്യാഷ് പോയി. പോസിറ്റീവ് നെഗറ്റീവ് നടന്നിട്ടുള്ളത് ഈ കോളത്തിൽ തന്നെയാണ്. സ്റ്റോക്ക് വന്നു ക്യാഷ് പോയി. ഇവിടെ ലാൻഡ് വന്നു ക്യാഷ് പോയി. അല്ല സോറി, ഇവിടെ എന്താ ഇവിടെ ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി വന്നു, ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി വന്നു, ക്യാഷ് പോയി. ഇവിടെ നെഗറ്റീവ് സംഭവിച്ചു, ലോൺ എന്ന് പറയുന്ന ലയബിലിറ്റി വന്നു. ഇവിടെ പോസിറ്റീവ് സംഭവിച്ചു. എന്താ പോസിറ്റീവ് സംഭവിച്ചത്? കയ്യിലുള്ള പൈസ കൂടി. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് നമ്മൾ തലയിലേക്ക് എടുത്തു വെച്ചത് ഈ പോസിറ്റീവിന് വേണ്ടിയിട്ടാണ്. നെഗറ്റീവ് ഡെബിറ്റും ഉണ്ട്, അവിടെ ക്രെഡിറ്റും ഉണ്ട്. ഇവിടെയോ, ഇവിടെ ലാൻഡ് വന്നു, പകരം ആര് പോയി? ക്യാഷ് പോയി. ക്യാഷ് പോയി, 1 lakh ഉള്ള ക്യാഷ് 50,000 ആയി, പകരം ആര് വന്നു? ലാൻഡ് വന്നു. ഈ ലാൻഡ് ഉണ്ടോ കൂടെ തന്നെയുണ്ട് നമ്മുടെ ലാൻഡ്. ഈ ലാൻഡ് വിൽക്കുമ്പോഴോ പുതിയ ലാൻഡ് വാങ്ങുമ്പോഴോ ആണ് ആ ലാൻഡിന് വ്യത്യാസം വരിക, ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോഴൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷന്റെ വർക്കിംഗ്. ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷന്റെ ഒരു വർക്കിംഗ് എന്നാണ്. ഓക്കെ, ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സാധനങ്ങൾ വരാനുണ്ട്. ബുദ്ധിമുട്ടിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാല് ഞാനിവിടെ കളയാണ്. ബുദ്ധിമുട്ടിക്കുന്ന സാധനങ്ങൾ വരാനുണ്ട്. അത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവുമ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം ഒന്ന് പോയി എന്ന് വന്നു എന്ന് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ കണ്ടോ, ഇതൊരു എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടായത്, അസറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് ഉണ്ടായത്. നോക്കുക, ഇവിടെ ക്യാഷ് പോയിട്ട് പകരം ലാൻഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ക്യാഷ് പോയി പകരം ലാൻഡ് വന്നു, ക്യാഷിനെ കുറച്ച് എഴുതി, ലാൻഡിനെ അവിടെ കൂട്ടി എഴുതി. ഓക്കെ, പ്രോബ്ലംസ്. പക്ഷെ വേജസ് പെയ്ഡ്, എന്താണ് വേജ് എന്ന് അറിയാം അല്ലെ? വേജസ് പെയ്ഡ് ഇതൊരു എക്സ്പെൻസ് ആണ്. വേജസ്, ഒരാൾക്ക് നമ്മൾ കൂലി കൊടുത്തതാണ്, ഒരാൾക്ക് നമ്മൾ കൂലി കൊടുത്തതാണ്. പൈസ പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ എന്ത് അസറ്റാണ് നമ്മളിലേക്ക് വന്നത് എന്ന് നമുക്ക് അയാളെ എടുത്തു വെച്ചിട്ട് ഇവിടെ അസറ്റ് പോലത്തെ എന്റെ അസറ്റാണ് ഇനി അയാൾ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? നമുക്ക് പറ്റില്ലല്ലോ. ആലോചിച്ച് നോക്കൂ. വേജസ് പെയ്ഡ്, വേജസ് പെയ്ഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അസറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല. പൈസ പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പകരം നമുക്കൊരു സർവീസ് ആണ് കിട്ടിയത്, ഗുണമാണ് കിട്ടിയത്. നമുക്ക് എന്ത് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റ് സിസ്റ്റം, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടാതെ നമ്മളൊന്നും കൊടുക്കില്ല, നമുക്ക് എന്തെങ്കിലും കിട്ടാതെ നമ്മളൊന്നും കൊടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേജസ് നമ്മൾ കൊടുത്തത് ക്യാഷ് ആണ് കൊടുത്തത്, ക്യാഷ് കുറയാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അടുത്ത ട്രാൻസാക്ഷൻ ഇത് നമ്മളിവിടെ എഴുതുമ്പോൾ ഈ ക്യാഷ് കുറയാണ് വേണ്ടത്, കാരണം വേജസ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ എന്താണ് വന്നത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അയാളുടെ പേര് ഇപ്പോ എ എന്ന് പറയുന്ന ഒരു എംപ്ലോയിക്കാണ് വേജ് കൊടുത്തെങ്കിൽ എ എടുത്തിട്ട് എന്റെ അസറ്റ് എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. ഒരു സർവീസ് ആണ് കിട്ടിയത്. ഭാവിയിൽ ലാഭമുണ്ടാവുന്ന ഒരു ഐറ്റം, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർവീസ് ആണ് അയാളുടെ നിന്ന് വാങ്ങിയത്. അയാളുടെ നമുക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്ത് തന്നു പോയി. അതാണ്. ഓക്കെ, ഇതിന്റെ ഒരു എഫക്ട് വരും ഭാവിയിൽ. ഇയാളിപ്പോ വർക്ക് ചെയ്ത ഈ 2000ന്റെ എഫക്ട് നമുക്ക് എന്തായിട്ട് വരും? റവന്യൂ ആയിട്ട് വരും. മാച്ചിങ് പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ നമുക്ക് റവന്യൂ ആയിട്ട് ഈ 2000ന്റെ എഫക്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പെൻസസ് നമ്മൾ ക്യാപിറ്റലിനോടാണ് ചാർജ് ചെയ്യുന്നത്. കാരണം പ്രോഫിറ്റ് ഉണ്ടായ ക്യാപിറ്റലിനോട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള എക്സ്പെൻസിനെ നമ്മൾ ക്യാപിറ്റലിനോട് കൂടിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ എക്സ്പെൻസസ് വരുമ്പോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഈ 1 ലക്ഷത്തിൽ നിന്ന് മൈനസ് 2000 ചെയ്തിട്ട്, ഓക്കെ, 2000 ചെയ്തിട്ട് 98,000 എന്ന് മാറ്റി. ഓക്കെ, എക്സ്പെൻസസ് വരും. ഓക്കെ, ലയബിലിറ്റി 0 തന്നെയാണ്. ലയബിലിറ്റി ഇവിടെ 0 തന്നെയാണ്. ഓക്കെ, ക്യാഷ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഈ ക്യാഷ് എടുത്തിട്ടാണല്ലോ നമ്മൾ ഇത് കൊടുത്തത്. ക്യാഷ് 48,000 ആയിട്ടുണ്ട്. ലാൻഡ് 50,000 തന്നെ തുടരുകയാണ്. ഓക്കെ, നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ബാക്കിയുള്ള അതിന്റെ അപ്പുറത്തേക്കാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾ ചെയ്തു. ഓക്കെ, സോ എക്സ്പെൻസസ് വരുമ്പോൾ എന്താണ് എക്സ്പെൻസസിന്റെ ഒരു പ്രത്യേകത? ഇത് അസറ്റുമായി റിലേറ്റഡ് അല്ല. പോയതിന് പകരം വന്നത് എന്താണെന്ന് പ്രസന്റ്ലി കാണിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അതാണ്, നമ്മൾ ഒരു വർഷം മുഴുവൻ നമ്മുടെ സ്ഥാപനത്തിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചപ്പോ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ സ്ഥാപനത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി എടുത്തിട്ട് അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല.
പക്ഷെ ലാൻഡ് വാങ്ങിയാലും ബിൽഡിംഗ് വാങ്ങിയാലും സ്റ്റോക്ക് വാങ്ങിയാലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് വന്നാൽ നമ്മൾ ക്യാപിറ്റലിനോടാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അസറ്റ് വന്നാൽ നമ്മൾ ക്യാപിറ്റലിനോടാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇതേപോലെ വേറെ ഒരാൾ കൂടി ഉണ്ട്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. കമ്മീഷൻ റിസീവ്ഡ് എന്ന് വിചാരിക്കാം. കമ്മീഷൻ റിസീവ്ഡ് ആണ് 5000 എന്ന് വിചാരിക്കാം. കമ്മീഷൻ റിസീവ്ഡ് 5000 എന്ന് വിചാരിക്കാം. കമ്മീഷൻ റിസീവ്ഡ് 5000 എന്ന് വിചാരിക്കാം. ഓക്കെ. അത് കിട്ടിയതാണ്, കമ്മീഷൻ കിട്ടിയതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാഷ് ഇനി 48,000 പകരം 5000 കൂടി കൂടിയിട്ട് 53,000 ആയിട്ട് ഇവിടെ നിൽക്കും. ലാൻഡ് 50,000 ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പൊ കമ്മീഷൻ കിട്ടുമ്പോ നമ്മുടെ എന്താ പോയതൊന്നും പോയിട്ടില്ല. ലാൻഡ് കൊടുത്തിട്ടാണോ കമ്മീഷൻ വാങ്ങിയത് നമ്മള്? അല്ല, ഒന്നുമല്ല, നമുക്ക് കമ്മീഷൻ കിട്ടിയതാണ്. അത് അങ്ങനെ അതും ഈ പറയും പോലെയുള്ള നേരത്തെ എക്സ്പെൻസിനെ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ചാർജ് ചെയ്യുന്നത് ക്യാപിറ്റലോട് കൂടിയാണ്. 1,03,000 1,03,000 ആക്കി നമ്മൾ ക്യാപിറ്റലിനെ മാറ്റാം. ഓക്കെ. ലാബിലിറ്റി എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. വളരെ പ്രിസൈസ് ആയിട്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഈ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും ഈ അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന ലൂപ്പിലേക്ക് നമ്മൾ സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഇട്ട് കൊടുക്കണം. വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. A is equal to L plus C, liability plus capital is equal to asset എന്ന് പറയുന്നതിലേക്ക് ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ആ ട്രാൻസാക്ഷൻ ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴും നമുക്ക് ഓക്കെയാണ്. ഈ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്തുമായിട്ട് വരുന്നുണ്ട്? അസറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തപ്പോ ക്യാപിറ്റലിന് ഈക്വൽ ആയിട്ട് ഇവിടെ ക്യാഷ് വന്നു. ലാൻഡ് വാങ്ങിയപ്പോ ഈ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റിക്ക് ഈക്വൽ ആയിട്ട് അവിടെ എന്ത് വന്നു? ലാൻഡും ക്യാഷും കൂടി വന്നു. എക്സ്പെൻസ് വേജസ് കൊടുത്തപ്പോ ഇവിടെ ഈക്വൽ ആയിട്ട് വന്നു. വേജസ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചു. അതുപോലെ കമ്മീഷൻ കൊടുത്തപ്പോ ഇവിടെ ഈക്വൽ ആയിട്ട് വന്നു. കമ്മീഷൻ എന്ത് ചെയ്തു? നമ്മള് ക്യാപിറ്റലിനോട് കൂടി കൂട്ടി. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അപ്പോ ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. ആദ്യം നമ്മൾ ഇതിലേക്കൊന്നും പോയിട്ടില്ല, റെക്കോർഡിംഗിലേക്കൊന്നും പോയിട്ടില്ല. ഈ പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കിയാണ്. കുറച്ച് ട്രാൻസാക്ഷനെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ഇനിയിപ്പോ കടത്തിന് സാധനങ്ങൾ വാങ്ങും. സ്ഥിരമായിട്ട് ഡൗട്ട് വരുന്ന ഒരു സാധനം, കടത്തിന് സാധനങ്ങൾ വാങ്ങും. ഓക്കെ, ഇവിടെ കടത്തിന് സാധനങ്ങൾ വാങ്ങി. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക കേട്ടോ. നമ്മള് കടത്തിന് സാധനങ്ങൾ വാങ്ങും, കടമായിട്ട് സാധനങ്ങൾ വാങ്ങും എന്നാണ് നമ്മള് ട്രാൻസാക്ഷൻ. ഓക്കെ, ക്യാപിറ്റൽ സ്റ്റിൽ റിമെയിൻസ് 1 lakh. ക്യാപിറ്റൽ 1 ലക്ഷം തന്നെയാണ് ക്യാപിറ്റൽ. കടമായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ചന്ദ്രന്റെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. ചന്ദ്രൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കടം വാങ്ങിയതാണ്. നമുക്കൊരു ബാധ്യത വരുന്നു. ആ ബാധ്യതയുടെ പേര് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതായത് ബാധ്യതയെ കുറിച്ചു. ആ ബാധ്യതയുടെ പേര് തന്നെ ചന്ദ്രൻ എന്നാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. പണം കൊടുക്കാനുള്ള ഒരാൾ നമുക്കുണ്ടായി. ഓക്കെ, 10,000 രൂപയുടെ സാധനങ്ങൾ കടം വാങ്ങി. 10,000 രൂപ. ഓക്കെ, ക്യാഷ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ക്യാഷ് എത്രയായിട്ട് വെക്കും? 50,000 തന്നെ ആയിട്ട് നിൽക്കും. ലാൻഡ് വിറ്റിട്ടില്ലാത്തതുകൊണ്ട് തന്നെ 50,000 ആയിട്ട് നിൽക്കും. ഇവിടെ സ്റ്റോക്ക് വരും. ചന്ദ്രന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്. 10,000 രൂപയുടെ സ്റ്റോക്ക് വരും. അപ്പോഴും നമ്മുടെ ഇക്വേഷൻ ഈക്വൽ ആണ്. ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബാധ്യത വന്നു, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് വന്നു. ഈക്വൽ ആയി. ചന്ദ്രൻ ഈക്വൽ ആണല്ലോ, മോളോ ഈക്വൽ ആണല്ലോ. ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബാധ്യത വന്നു, സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു. അപ്പോഴും ഇക്വേഷൻ ഈക്വൽ ആണ്. ഇനി കടത്തിന് സാധനങ്ങൾ വിറ്റു എന്ന് വിചാരിക്കുക. കടത്തിന് സാധനങ്ങൾ വിറ്റു എന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് സെയിൽ ആണ് നടന്നതെന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് സെയിൽസ് ഒരു 10,000 രൂപയുടെ 4,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നു വിചാരിക്കുക. ക്രെഡിറ്റ് സെയിൽ നടന്നു വിചാരിക്കുക. ഓക്കെ, കടത്തിന് സാധനങ്ങൾ വിറ്റു. ഓണറുമായി ബന്ധപ്പെട്ടതല്ല, ഓണർക്ക് വേണ്ട. സൺട്രി ക്രെഡിറ്റേഴ്സ്, ചന്ദ്രൻ പൈസ കൊടുക്കുക തന്നെ വേണം നമ്മള്. ഇവിടെ ക്യാഷ്, കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് വരില്ല. കടത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ക്യാഷ് വരും. ക്യാഷ് വരില്ല. ക്യാഷ് എത്ര തന്നെയാണ്? 50,000 തന്നെയാണ്. ലാബിലിറ്റി 50,000 ആയിട്ട് തന്നെ തുടരുന്നു. സ്റ്റോക്ക്, സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറെ കൊടുത്തു. വിറ്റല്ലോ, സാധനം വിറ്റല്ലോ. കടത്തിലാണെങ്കിലും ക്യാഷിനാണെങ്കിലും സാധനം പോയല്ലോ. ഷോപ്പിലെ സ്റ്റോക്ക് കുറഞ്ഞല്ലോ. സ്റ്റോക്ക് കുറഞ്ഞു, 4,000 രൂപ കുറഞ്ഞു. ഇനി സ്റ്റോക്ക് എത്രയുള്ളൂ? 6,000 രൂപയുള്ളൂ. സ്റ്റോക്കിന് 6,000 രൂപയുള്ളൂ. ഇക്വേഷൻ ബാലൻസ് അല്ല. ഇക്വേഷൻ ബാലൻസ് ആണോ? അല്ല. ഈ സ്റ്റോക്ക് കുറഞ്ഞതിന് പകരം ആരാ വന്നത്?
സ്റ്റോക്ക് കുറയാന്ന് പറയുന്നത് ബാക്കിയൊക്കെ ഈക്വൽ ആണല്ലോ. സ്റ്റോക്ക് കുറയാന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൽ നിന്ന് ഒരു പൈസ പോയിട്ടുണ്ട്, സ്റ്റോക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്താ വന്നതാരാണ്? പുതിയൊരാൾ വന്നു, ഡെപ്റ്റർ. നമ്മൾ പഠിച്ചു ഡെപ്റ്റർ, നമുക്ക് പൈസ തരാനുള്ള ഒരാൾ വന്നു. ഡെപ്റ്റേഴ്സ് എത്ര രൂപ? 4000 രൂപ. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റ് ആണെന്ന് പഠിച്ചു. ആ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കൂടി നമുക്ക് ഇവിടെ വന്നു. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കൂടി നമുക്ക് വന്നു. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കൂടി വന്നു. ഇക്വേഷൻ ബാലൻസ് ആയി. ഈ അസറ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡെപ്റ്റേഴ്സിനെ കൂടി ചേർത്ത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ബാലൻസ് ആയി. 1,10,000, 50, 50, 6, 4, 1,10,000. ഓക്കെ, പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ പോസിറ്റീവായിട്ട് എന്താ സംഭവിച്ചത്? ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന പുതിയ അസറ്റിനെ കിട്ടി, ഒരാളെ കിട്ടി നമുക്ക് പൈസ തരാനുള്ള. നെഗറ്റീവായിട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ പുറത്തേക്ക് പോയി. ഓക്കെ, നോക്കുക, ഒന്നുകൂടി നോക്കുക. നമ്മളിപ്പോ ഇയാൾക്ക് പൈസ തിരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. ഇയാൾക്ക് പൈസ തിരിച്ചു കൊടുത്തു. ഓക്കെ, എത്ര രൂപ കൊടുത്തു? 10,000 അല്ലേ അയാൾക്ക് കൊടുക്കാനുള്ളത്. അയാൾക്ക് അതിൽ നിന്ന് 5,000 രൂപ കൊടുത്തു. ഓക്കെ, സർട്ടിഫിക്കറ്റ് പേഡ് ചെയ്തു. എത്ര? 5,000 രൂപ. ഓക്കെ, 5,000 രൂപ കൊടുത്താൽ 1 ലക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. ഇത് കുറഞ്ഞു. ഇനി ഇയാൾക്ക് എത്രയേ കൊടുക്കാനുള്ളൂ? 5,000 രൂപയെ കൊടുക്കാനുള്ളൂ. ഓക്കെ, ക്യാഷ് എന്താ എടുത്തു കൊടുത്തത്? സ്റ്റോക്ക് എടുത്ത് കൊടുത്തിട്ടല്ലോ കടം കിട്ടിയത്. ക്യാഷ് എടുത്ത് കൊടുത്തിട്ടല്ലേ കടം കിട്ടിയത്. ക്യാഷ് 45,000 ഓക്കെ, ലാൻഡ് അവിടെ തന്നെ നിൽക്കുകയാണ്. സ്റ്റോക്ക് അവിടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, കൂട്ടി വെക്കുക. 1,05,000, 15, 45, 50, 10, 15. ഓക്കെ, അപ്പോ ഏത് ട്രാൻസാക്ഷൻ നമുക്ക് ട്രാൻസാക്ഷനിൽ എന്ത് പോകുന്നു എന്ത് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാത്ത കഴിവുണ്ടെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് നോക്കിയാലും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഏത് ട്രാൻസാക്ഷൻ ഇട്ടിട്ടും നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഏത് ട്രാൻസാക്ഷൻ ഇട്ടിട്ടും നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഈ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ടാണ്. ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ടാണ്. ഈ ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിൽ നിന്നാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിളിനെ എന്താ പറയാ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ അക്കൗണ്ടിങ് പ്രാക്ടീസ് തുടങ്ങുന്നതിന്റെ മുന്നേ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിന്റെ അതായത് ജേണൽ എൻട്രി എഴുതാൻ പോകുന്ന എന്താണ് ജേണൽ എൻട്രി എന്ന് പഠിക്കുന്ന റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഏരിയയിലെ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം. പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും